നമസ്കാരം. പവർ ടീമിന് വീണ്ടും അധികാരം തിരിച്ചു കൊടുത്ത് ബിഗ് ബോസ് കളി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ന് അവസാനത്തെ മത്സരമായിരുന്നു പവർ ടീമും ഈ പറയുന്ന നെസ്റ്റ് ടീമും തമ്മിലുള്ള മത്സരം. അതിൽ ആര് ജയിക്കും അവര് പവർ ടീമിലേക്ക് കയറുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. ഇന്ന് കൊടുത്ത മത്സരം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് മനഃപൂർവ്വം എന്ത് ചെയ്തിട്ടുണ്ട്, പവർ ടീമിനെ തന്നെ വീണ്ടും ആ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കളിച്ചതാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം ഈ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ചിരിക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അവസരം കൊടുക്കണമായിരുന്നു. രണ്ടുപേർക്കും ഇതേപോലെ, അതായത് പവർ ടീമിനെ മാത്രം ഇരുത്തിയാൽ പോരായിരുന്നു, ഈ പറഞ്ഞ നെക്സ്റ്റ് ടീമിനെയും കൂടി അതേ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് രണ്ടുപേരും കളിച്ചതിന് ശേഷം ആരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചിരിപ്പിച്ചത് അവരെ എന്ത് ചെയ്യണമായിരുന്നു, ക്യാപ്റ്റൻസിയിലേക്ക് അല്ലെങ്കിൽ പവർ ടീമിലേക്ക് വിടണമായിരുന്നു. ഇവരതൊന്നും ചെയ്യാതെ 5 പേരുള്ള പവർ ടീമിനെ 3 പേരെ ചിരിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പവർ ടീമിലേക്ക് അല്ലെ പവർ ടീം ആകാൻ പറ്റൂ എന്നുള്ള നിബന്ധന വെച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ഈ ഒരു സാധനം. അവരെ വീണ്ടും പവർ ടീമിന്റെ ആ പൊസിഷനിലേക്ക് അവരെ തന്നെ വീണ്ടും പവർ ടീം ആക്കി പിന്നെ മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷമാണ് ഇതുപോലുള്ള ടാസ്ക് കൊടുത്തതെന്ന് വളരെ വ്യക്തമാണ്. ടാസ്ക് എന്ന് വെച്ചാൽ LKG പിള്ളേർക്ക് കൊടുക്കുന്ന അതേ ടാസ്ക് ആയിരുന്നു. അതായത് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് പോലെയാണ് ഇതല്ലേ. ഒരാഴ്ച മുഴുവൻ ആ വീടിനെ ഭരിക്കാനുള്ള ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റനെയും കാട്ടി അധികാരമാണ് പവർ ടീമിന്. ആ ഭരിക്കാനുള്ള ഒരു ടാസ്ക് നടക്കുമ്പോൾ ഇതുപോലുള്ള കൊച്ചുകുട്ടികൾ LKG കളിക്കുന്ന കുട്ടികൾ കളിക്കുന്നത് പോലത്തുള്ള ഒരു ടാസ്ക് കൊടുക്കുന്നു. അവിടെ ഒരു വശത്ത് ക്ലിയർ ആയിട്ട് അവർ ജയിക്കുമെന്ന് തുടക്കം മുതൽ തന്നെ നമുക്കറിയാം. അല്ലെങ്കിൽ 3 പേരെ ചിരിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യണം. എന്നാൽ ഏറ്റവും കൂടുതൽ ആരെ ചിരിപ്പിക്കുന്നു എന്നുള്ളവരെ എന്ത് ചെയ്യണം, പവർ ടീം ആക്കണമെന്ന്. അപ്പൊ ഇത് മനഃപൂർവ്വം വ്യക്തമായിട്ട് പവർ ടീമിനെ തന്നെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കളിച്ച കളിയാണ്. ഒന്ന്. രണ്ടാമത്, നാളെ ഒരു എവിക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. പക്കയായിട്ട് നാളെ ഒരു എവിക്ഷൻ ഉണ്ടാവും. ആ എവിക്ഷനിൽ ആര് പുറത്താകും ചോദിച്ചാൽ എന്റെ ഒരു ഊഹം വെച്ചിട്ട് അത് സുരേഷ് ആയിരിക്കും. കാരണം അൺഒഫീഷ്യൽ വോട്ട് നോക്കട്ടെ, എവിടെ നോക്കിയാലും യൂട്യൂബ് പോളായാലും ഈ സുരേഷിനാണ് ഏറ്റവും കുറവ് വോട്ട്. അതുമല്ല, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവര് സുരേഷിനെ കൊണ്ടിട്ട് എന്ത് ചെയ്യുന്ന ഇവരുടെ ആക്ടിവിറ്റി ചെയ്തപ്പോൾ സുരേഷിന് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഒരു അവസരം കൊടുത്തത്, കൈനോട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു അവസരം കൊടുത്തായിരുന്നു. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്നൊരു പിന്നീട് പ്രാങ്ക് കൊടുത്തായിരുന്നു. അതും സുരേഷിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അതായത് എന്തായാലും ഒരാഴ്ചയേ ഉള്ളൂ, പുള്ളി പുറത്തു പോകുന്നു, ആ ഒരാഴ്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് സുരേഷിന് ഇന്നൊരു പ്രാങ്കല്ല, നമ്മൾ ഈ പറഞ്ഞ ഒരു വേസ്റ്റ് പ്രാങ്ക് കൊടുത്തല്ലോ, ആ ഒരു പ്രാങ്കിനും സുരേഷിനാണ് കൊടുത്തത്. അപ്പൊ രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ അതുമല്ല, സുരേഷ് അടങ്ങുന്ന ടീമിനെ പിന്നെ വീണ്ടും പവർ ടീമിലേക്ക് വിടാൻ അവർ തയ്യാറുമല്ലായിരുന്നു, അവർക്ക് ആഗ്രഹവുമില്ലായിരുന്നു, മനസ്സിലായോ? ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സുരേഷ് ഈ പറഞ്ഞതുപോലെ നാളെ പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ പവർ ടീമിൽ തുടരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് മനഃപൂർവ്വം ഉണ്ടാക്കിയ ടാസ്ക് ആണ് എന്നുള്ളതും നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.